بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن
إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയരായ സാദാത്തുക്കളെ, അഭിവന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, ഉമറാക്കളെ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. 23-ാം രാവിലെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ മഹാന്മാർ ചാൻസ് പറഞ്ഞ ദിവസങ്ങളിൽ, രാത്രികളിൽ ഒന്നാണ് 23-ന്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് ആദരണീയരായ ബായാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ ദുആക്ക് നസീഹത്തിന് കാത്തു നിൽക്കുന്ന ഇബാദത്തിൽ ജോലിയായ ഈ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഈ മഹത്തായ സദസ്സിൽ ഇരിക്കുന്ന നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, സാരഥികൾ, ഗുണകാംക്ഷികൾ, മഹാനായ തങ്ങളുപ്പാപ്പയുടെ അടുക്കൽ അവിടുത്തെ സ്നേഹം കാംക്ഷിച്ച് എത്തുന്ന മുഹിബ്ബുകൾ, ഈ സ്വലാത്തിൻ്റെ പ്രചാരകർ, ഇതിൻ്റെ എല്ലാ നിലക്കും ഇതിൻ്റെ സഹകാരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ സന്തോഷം നൽകി അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടവരിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും അല്ലാഹു ഇജാബത്ത് തടയാതിരിക്കട്ടെ. നമ്മെ ആരെയും അല്ലാഹു ദുഃഖത്തിലാക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ദുആക്ക് ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ടാണ് നാം സദസ്സിലിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഖൽബിന്റെ ഉള്ളിൽ കടലുപോലെ ആഗ്രഹങ്ങളുണ്ട്. ഇന്നത്തെ രാത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്നത്തെ രാത്രിയുടെ ഏറ്റവും വലിയ കരുത്തും നമുക്കൊരൊറ്റ ഒരു പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ലിഖാ അല്ലാഹു നമുക്കത് തടയാതിരിക്കട്ടെ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, പ്രഭാതത്തിന്റെ പ്രകാശം പോലെ അല്ല അതിനേക്കാൾ പ്രശോഭിതമായ വജ്ഹു റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ ഹബീബിന്റെ റഹ്മത്താകുന്ന വജ്ഹ് നമുക്ക് അല്ലാഹു തടയാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ മഹത്തായ രാത്രിയുടെ ബഹുമാനം പറഞ്ഞിട്ട് ലൈലത്തുൽ ഖദ്റിന്റെ ബഹുമാനം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്റിന്റെ ആദരവ് പറഞ്ഞ് 1000 മാസത്തേക്കാൾ മഹത്വമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ മലക്കുകൾ ഈ രാത്രിയിൽ ഇറങ്ങും. വറൂഹു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങും. എന്നിട്ട് മഹാന്മാരായ മലക്കുകൾ അവരുടെ ലീഡറായ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ മുഅ്മിനീങ്ങളുടെ അടുക്കലും വന്ന് സലാം, നിങ്ങൾക്ക് സലാം, അസ്സലാമു അലൈക്കും എന്ന് മുഅ്മിനീങ്ങൾക്ക് സലാം പറയുന്നൊരു സന്തോഷമുണ്ട്. ഫജ്ർ സുബഹി വരെ തുടരുന്ന സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹത്തായ സ്വലാത്തിന്റെ ഹൽഖയിൽ വന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രതിനിധികളായിട്ട് അവരുടെ പ്രതിനിധികളായിട്ട് നാം എത്തിയതാണ്. ഇവിടെ ക്ഷീണം കൊണ്ട് യാത്രക്ക് പ്രശ്നമുള്ളത് കൊണ്ട് വരാൻ ആഗ്രഹമുള്ള ആളുകൾ തന്നെ പലരും വീട്ടിലുണ്ട്. അവരെല്ലാവരും ചിലപ്പോൾ ഖുർആൻ ഓതുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്, ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങുകയുമാകും. ഏതായാലും നമുക്കൊരാൾക്കും ആ മുസാഫത്ത് അല്ലാഹ് തടയാതിരിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സലാം പറയുന്നൊരു സന്തോഷം, മലക്കുകൾ വന്ന് നമുക്ക് സലാം പറയുന്നൊരു സന്തോഷം ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, നമ്മെ പോലെ കളവ് പറയുന്ന നാവുകളല്ലല്ലോ, നമ്മെ പോലെ ഹറാമ് ചെയ്യുന്ന ശരീരങ്ങളല്ലല്ലോ, നമ്മെ പോലെ ഹറാമ് ചിന്തിക്കുന്ന മനസ്സുകളല്ലല്ലോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം. നിനക്ക് ഞങ്ങൾ എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നു അല്ലാഹ്, നിനക്ക് ഞങ്ങൾ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നു അല്ലാഹ്. മറ്റൊരു പണിയുമാ മഹാന്മാരായ മലക്കുകൾക്കില്ല. ചില മലക്കുകൾ എപ്പോഴും നൃത്തം തന്നെ, നിസ്കാരത്തിന്റെ ഖിയാമും എപ്പോഴും അവർക്ക് ആ പണി തന്നെ, മറ്റൊരു പണിയുമില്ല. ചില മഹാന്മാരായ മലക്കുകളുടെ ഡ്യൂട്ടി എപ്പോഴും അവർ റുകൂഇൽ തന്നെയാണ്. ചില ആളുകൾ എപ്പോഴും ചില ആളുകൾ എപ്പോഴും തഹയ്യാത്തിലാണ്, ചില ആളുകൾ സുജൂദിലാണ്. അങ്ങനെ ഓരോ മലക്കുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുക്കുന്ന ഇബാദത്തിന്റെ ഭാഗങ്ങളുണ്ട്. ആ മഹാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്ലാഹുവിന്റെ കൽപ്പനക്ക് അളവ് മാറ്റമില്ല. അവരുടെ ഭാഗത്തൊന്നും റബ്ബിനെതിരെ വരലില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നമ്മളോട് അസ്സലാമു അലൈക്കും എന്നൊന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നിങ്ങളെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. ആരാ പറയുന്നത്? നമ്മ പോലത്തെ നാവല്ല, മലക്കുകൾ പറയാണ് നിങ്ങളെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറയാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു സലാം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും പിന്നെ പരാജയമുണ്ടാകൂല. ആ നിലക്ക് അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരട്ടെ. നമുക്ക് അല്ലാഹു ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം അല്ലാഹു തരട്ടെ. അൽഹംദുലില്ലാഹ്. മഗ്രിബ് മുതൽ ഇവിടെ നേരത്തെ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പോഴും ആളുകൾ ഇങ്ങനെ തറാവീഹ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഗ്രിബിന് നോമ്പൊക്കെ മുറിച്ച് അതിനുശേഷം ഇബാദത്തിൽ മുഴുകുന്ന ആളുകൾ, അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ നോമ്പൊക്കെ തുറന്ന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്
കേരളത്തിലെ പ്രഗത്ഭനായ വാഇളും നമ്മുടെ എല്ലാവരുടെയും നേതൃത്വവുമായ ബഹുമാനപ്പെട്ട ഹുസൈൻ സാദി കേസി റോഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും തൗഫീഖും ഹിമ്മത്തുമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവറുകളുടെ നല്ല ഖൽബിൽ തട്ടുന്ന ഉപദേശവും കേട്ട ഒരു സദസ്സാണ്. ഇനി ഈ സദസ്സിൽ നമ്മുടെ എല്ലാവരുടെയും നേതൃത്വമായ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഏതാനും നിമിഷങ്ങൾക്കകം എത്തുകയുമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രസംഗിക്കേണ്ട ഒരാവശ്യം അല്ലെങ്കിൽ ഒരു വാഴ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സദസ്സ് ഞാൻ പലപ്പോഴും കരുതുന്നത് പോലെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണ ചാതുരി കൊണ്ട് പിടിച്ചു നിർത്തേണ്ട സദസ്സല്ല. ഇത് ജുമുഅക്ക് മുമ്പുള്ള പ്രസംഗം പോലുള്ള ഒരു പ്രസംഗമാണ്. ജുമുഅക്കും പ്രസംഗിക്കുന്ന ആള് ഖതീബ് മനസ്സിലാക്കും, എന്റെ പ്രസംഗത്തിന്റെ ഇമ്പം കൊണ്ടാണ് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നത്. അല്ല, ആളുകൾ ജുമുഅക്ക് കാത്തു നിൽക്കുകയാണ്. ഇയാൾ എന്ത് പ്രസംഗിച്ചാലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. സഹോദരങ്ങളെ, അതാ ഖതീബിന്റെ പവർ അല്ല, മറിച്ച് ഖുതുബയുടെ മഹത്വം കൊണ്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. ആളുകൾ ഇയാൾ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭയാറ് തങ്ങളടുത്ത് വന്നിട്ട് നമ്മള് സാധുക്കളായ നമ്മള് വയലു പറയുന്നത് നമ്മള് വയലു ഉഷാറായത് കൊണ്ടല്ല, മറിച്ച് തങ്ങളുപ്പാപ്പ നമ്മളെ ക്ഷണിക്കുന്നു എന്നത് ആ വലിയ പവറുള്ള ക്ഷണം സ്വീകരിച്ച് വളരെ എളിമയോടെ വന്നു നിൽക്കുന്ന സാധുക്കളാണ് നമ്മള്. നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് വയലു കേൾക്കാനല്ല, മറിച്ച് ഇത് ജുമുഅക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു ഇരുത്തമാണ്. എല്ലാവരും തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തങ്ങൾ എപ്പോഴാണ് എത്തുക എന്നതാണ് നിങ്ങളുടെ ചിന്ത മുഴുവനും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതൃത്വം നൽകാൻ ആ തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിത്തരട്ടെ. ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദ് അവറുകൾക്കും നമ്മുടെ നേതൃത്വമായ സകല സാദാത്യങ്ങൾക്കും സകല ആലിമീങ്ങൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ഉസ്താദ് ഇൻഷാ അല്ലാഹ് എത്തും. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി ഉസ്താദ് ഉണ്ട്, ബി എസ് ഉസ്താദ് ഉണ്ട്, പ്രഗത്ഭരായ ആലിമീങ്ങൾ എല്ലാവരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി നമ്മെ സന്തോഷത്തിലാക്കട്ടെ. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം എല്ലാവർക്കും ലഭിക്കുകയാണ്. എല്ലാവർക്കും ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം, റമളാനു ശരീഫിന്റെ സന്തോഷം, നൂറുൽ ഖുർആൻ വ നൂറു റമളാൻ. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രധാനപ്പെട്ട രണ്ട് പ്രകാശം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതാണ്, ഇന്നി അഅ്തയ്തു ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറൈനി ലികൈ ലാ തദുർറുഹും ദുൽമതാൻ. രണ്ട് ഇരുട്ടുകൾ അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ രണ്ട് പ്രകാശം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ നൽകിയിട്ടുണ്ട്. ഏതാണ് റബ്ബേ ആ രണ്ട് പ്രകാശം? മന്നൂറാനി യാ റബ്ബ്. ഏതാണ് റബ്ബേ ആ രണ്ട് പ്രകാശം? അല്ലാഹുവിന്റെ മറുപടി നൂറുൽ ഖുർആൻ വ നൂറു റമളാൻ. ഒന്ന് ഖുർആനിന്റെ പ്രകാശമാണ്, മറ്റൊന്ന് റമളാനിന്റെ പ്രകാശമാണ്. സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ ഖബറുകളിൽ പ്രകാശമാകണം. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഏതാണ് രണ്ട് ഇരുട്ടുകൾ? അല്ലാഹുവിന്റെ മറുപടി ദുൽമത്തുൽ ഖബ്രി വ ദുൽമത്തു യൗമുൽ ഖിയാമ. ഒന്ന് ഖബറിന്റെ ഉള്ളിലുള്ള ഇരുട്ടാണ്, ഒന്ന് ഖിയാമത്ത് നാളിലുള്ള ഇരുട്ടാണ്. രണ്ട് ഇരുട്ടിനും രണ്ട് പ്രകാശം അല്ലാഹു തന്നു. പോകുന്ന സമയത്ത് ഒരു മെഴുകുതിരിയുടെ വെട്ടമില്ലാതെ, ഒരു ബൾബിന്റെ പ്രകാശമില്ലാതെ, ഒരു ടോർച്ചെങ്കിലും എടുക്കാതെ ഖബറിലേക്ക് പോയി കൂടാതിരുട്ടാണേ ഇതിൽ. അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. പോകാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പോയവരെ കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അവരുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ. അവരെല്ലാവരും പോയി കിടക്കുന്നത് ഇരുട്ടുള്ള സ്ഥലത്തല്ലേ. ആ സ്ഥലത്തേക്ക്, പരിചയം കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു ബൾബിന്റെ പ്രകാശമില്ലാതെ, ഒരു ടോർച്ചെങ്കിലും എടുക്കാതെ, ഒരു മെഴുകുതിരി വെട്ടമില്ലാതെ, ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും ഇല്ലാതെ നമ്മൾ ഖബറിലേക്ക് പോകുന്നതെങ്ങിനാ?
അതുകൊണ്ട് ഖുർആനിന്റെ പ്രകാശവുമായി റമളാനിന്റെ പ്രകാശവുമായി ഒന്ന് കണ്ണടച്ച് ഖബറിലെത്താൻ അതിനുള്ള പരിശ്രമമാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ഖബൂലിയത്ത് തരട്ടെ. ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമളാനു ശരീഫ് അതിങ്ങനെ തുറന്നു പോവുകയാണ്, പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയാണ്. സഹോദരങ്ങളെ, ആ പോകുന്നതിന്റെ ഇടയിൽ സമ്പാദിച്ചവർ സമ്പാദിച്ചു പോയി, കിട്ടേണ്ടവർ കിട്ടിപ്പോയി, നേടേണ്ടവർ നേടിപ്പോയി. നഷ്ടപ്പെട്ടു, കിട്ടിയത് കിട്ടിപ്പോയി. കിട്ടിയവർക്ക് ഭാഗ്യമുള്ളവർ ധാരാളം. ഖുർആൻ ഓതിയവർ ഭാഗ്യമുള്ളവരാണ്. ധാരാളം ദിക്റ് ചൊല്ലിയവർ ഭാഗ്യമുള്ളവരാണ്. ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയവർ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലുള്ളവരാണ്. അവർ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നവരാണ്. ഞാൻ പറയുന്നത് റമളാനു ശരീഫ് തുറന്നു പോവുകയാണ്. ഈ റമളാനു ശരീഫ് കൊണ്ട് നേട്ടം കൊയ്തവരാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന് ഒരു കുറവും വരുത്തണ്ട. ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെങ്കിൽ 83 വർഷവും 83 വർഷവും 3 മാസത്തിലേറെയും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾക്ക് കിട്ടുന്ന ഗുണം അല്ലാഹു നമ്മെ ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. ഈ സ്വലാത്ത് ഹബീബായ തങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. കണ്ണടയുന്നതിന് മുമ്പ് മദീനയിലെ മണവാളനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹൊന്ന് കാണാൻ അല്ലാഹു അവസരം തരട്ടെ. സഹോദരങ്ങളെ, ആർക്കാണ് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവർക്കാണ്. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചവർക്കാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയാത്തവർക്ക് മുസ്റു ദുനൂബിന് ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷമില്ല, റമളാനിന്റെ സന്തോഷമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം അതാ അടിമകളിലേക്ക് നല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്. റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയുകയാണ്. എന്ന 4 ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷമില്ല, ലൈലത്തുൽ ഖദ്റിന്റെ ബറക്കത്തില്ല, ലൈലത്തുൽ ഖദ്ർ അവർക്ക് കിട്ടുകയുമില്ല. ആ 4 ആളുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? സാധുക്കളായ നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരുക്കിയെടുക്കാനാകണം ഇത്തരം സദസ്സുകൾ. ഖൽബിനെ ശരിക്കും ഒരുക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ വഅളിന്റെ അവിടുത്തെ നസീഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ സദസ്സിന്റെ അവരെ ചിരിപ്പിക്കുന്ന, സദസ്സിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്ന, സദസ്സിലുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനു പകരം അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് തന്റെ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളോട് കർശനമായി ദീനിന്റെ വിഷയം പറയുന്നു, സുന്നത്ത് ജമാഅത്ത് പറയുന്നു. അതിന് മുഖം നോക്കാതെ, ആരെയും പ്രീതി പ്രതീക്ഷിക്കാതെ, സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ റൂട്ടിൽ, മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കർശനമായ അവിടുത്തെ സദസ്സ്, അവിടുത്തെ ഏത് ഉപദേശങ്ങളും, ഇവിടുത്തെ ഏത് നസീഹത്തും നോക്കിക്കോ, സദസ്സിലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സദാ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. പലരും പറയാറുണ്ട്, തങ്ങളുടെ വാഴ കേട്ടിട്ട് എന്തൊരു ഘനത്തിലാണ് പറയുന്നത്. ആരും പറയാത്തൊരു ശരി വല്ലാത്ത ഘനത്തിലാണ് പറയുന്നത്. അതേ, ജനങ്ങളെ കൽബൊന്ന് പരിവർത്തനമുണ്ടാകണം.
മാറ്റമുണ്ടാകണം, ജനങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടാകണം. കേൾക്കുന്ന വാഴുകളൊന്നും കേട്ടിട്ട് ഒരു ഫലവുമില്ലെങ്കിൽ സഹോദരാ, കേൾക്കുന്നത് കൊണ്ടെന്ത് ഗുണമാണ്? ഇത്തരം സദസ്സുകൾ കൊണ്ടെന്ത് ഗുണമാണ്? ആത്മീയമായ മാറ്റമുണ്ടാകണം, നന്മയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഖൈറിന്റെ വഴികളിലേക്ക് മുന്നിടാൻ നമുക്ക് ഈ സദസ്സുകൾ പര്യാപ്തമാകണം. ഞാൻ പറഞ്ഞത് 4 ആളുകൾക്ക് ഈ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല, അവരെ അല്ലാഹു പരിഗണിക്കൂല. ഒരാളാരാണ്? മുദ്മിനുൽ ഖംറാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. കള്ളു കുടിക്കുന്ന ആളുകൾ, കള്ളുപയോഗിക്കുന്ന ആളുകൾ, മദ്യപാനികളെ അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ സന്തോഷത്തിൽ പെടുത്തൂല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല. സദസ്സിൽ കള്ളുകുടികന്മാര്, മദ്യപാനികൾ ഉണ്ടാകൂല. ചിലപ്പോൾ അവർ ഇത്തരം സദസ്സിലേക്ക് വരൂല. പക്ഷെ എന്നാലും റമളാനു ശരീഫല്ലേ, നന്നാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ ആരെങ്കിലും സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് തങ്ങളുപ്പാപ്പയുടെ ഖറാബത്തും അവിടുത്തെ ദുആഇന്റെ ഇജാബത്തും ഒക്കെ കേട്ടിട്ട് 10,000 ആളുകൾ കൂടുന്ന സദസ്സല്ലേ, ഒന്ന് പോയി നോക്കാമെന്ന നിലക്ക് ആരെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയവരുണ്ടോ? അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചോ? ഓ സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുനിയാവിൽ എത്ര സന്തോഷത്തോടെയാണ് നമ്മെ അല്ലാഹു ഇവിടെ പടച്ചു വിട്ടത്. മോനെ, മംഗലാപുരത്ത് ആശുപത്രികളിൽ പോയി നോക്കിക്കോ, പരിയാരം കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിക്കോ, തിരുവനന്തപുരം RCCയിൽ പോയി നോക്കിക്കോ. ഒരു തുള്ളി വെള്ളം ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ, തൊണ്ടയിലൂടെ ഒരു തുള്ളി വെള്ളം അരിച്ചിറക്കാൻ കഴിയാതെ, 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് 4-5 മണിക്കൂർ കിടന്ന് പൊളയുന്ന, ഒരു തുള്ളി വെള്ളം ഉള്ളിലേക്ക് പോകാൻ കഴിയാതെ കരയുന്ന കോടീശ്വരന്മാരെത്ര! എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ തരാം. ബാപ്പക്ക് വെള്ളം കുടിക്കാൻ കഴിയണം, ബാപ്പയുടെ സങ്കടമൊന്ന് മാറി കിട്ടണമെന്ന നിലക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് എത്രയും വേണമെങ്കിൽ തരാമെന്ന് പറയുന്ന പണക്കാര മക്കളെത്ര! എത്രയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു? അല്ലാഹു നമുക്ക് തൗഫീഖ് നിലനിർത്തി തരട്ടെ. നിങ്ങൾ രോഗികളെ കണ്ടിട്ടുണ്ടോ? ഒരു രോഗിയുടെ അടുക്കൽ പോകുമ്പോ ആ രോഗിയുടെ അടുക്കൽ നിൽക്കുന്ന ആളുകൾ വലിയ സന്തോഷത്തോടെ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്ന് ഇപ്പോൾ 1/2 ഗ്ലാസ് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ട് ചിരിച്ചു വരാറാണ് പതിവുള്ളത്. എന്ന് നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലായോ? ദിവസങ്ങളോളം അയാൾ പട്ടിണിയാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളമില്ല, ഒരിറ്റു ഭക്ഷണമില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയാതൊരു മനുഷ്യന്റെ അടുക്കൽ കാവലിരുന്ന് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യുന്ന കുടുംബിനിയോ കൂട്ടുകാരോ അതാ കാണാൻ വേണ്ടി പോകുന്ന നമ്മളോട് പറയുന്നത്, കുറച്ച് ദിവസമായി ഒന്നും കഴിച്ചിരുന്നില്ല, ഇപ്പോൾ 1/2 ഗ്ലാസ് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഓ സഹോദരാ, വലിയ പാത്രത്തിൽ കഞ്ഞി കുടിക്കുന്ന നമ്മോടാണ് ഈ കഥ പറയുന്നത്, കണക്ക് പറയുന്നത്. പടച്ചവന്റെ അടുക്കലേക്ക് മനസ്സൊന്ന് തിരിയേണ്ടതില്ലേ? കേൾക്കുന്ന നമ്മുടെ മനസ്സൊന്ന് പൊട്ടേണ്ടതില്ലേ? ഞാനൊരു രോഗിയെ കാണാൻ വേണ്ടി പോയി. പാനൂർ സൈഡിന്റെ കൂടെ ഉംറക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, 2 പൈപ്പാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ജ്യൂസോ വെള്ളമോ കൊടുക്കാൻ മൂക്കിലൂടെ വായിലേക്ക് അതാ കടത്തിവിട്ടിരിക്കുന്ന, തൊണ്ടയിലൂടെ ഉള്ളിലേക്കൊരു പൈപ്പ്. എന്നാൽ ആ വെള്ളം ഉള്ളിലേക്ക് പോയാൽ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് പോകാൻ സാധാരണ ലൈംഗിക അവയവത്തിന്റെ ഉള്ളിലൂടെ, ഇവിടെ മൂത്രക്കുഴലിലൂടെ വെള്ളമതായി മൂത്രം പുറത്തു പോകൂലേ? ഈ സഹോദരന് അത് പോകൂല. ഉള്ളിലേക്ക് വെള്ളം പോകാൻ ഒരു പൈപ്പിട്ടിരിക്കുന്നു, എന്നാ പുറത്തേക്ക് പോകാനോ മറ്റൊരു പൈപ്പിട്ടിട്ട് സഞ്ചിയതാ കെട്ടിത്തൂങ്ങി നിൽക്കുന്നു. ഇന്നാലില്ലാ, മനസ്സല്ലാഹുവിലേക്ക് തിരികണ്ടേ ചെറുപ്പക്കാരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അവർക്ക് സുഖം കൊടുക്കാൻ
കൊടുക്കാൻ അള്ളാഹുവിന് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് ആഫിയത്ത് കൊടുക്കാൻ അള്ളാഹുവിന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ആഫിയത്തോടെ ജീവിക്കുന്ന നമ്മളില്ലയോ, നമ്മൾക്ക് അള്ളാഹുവിലേക്കൊന്ന് ഖൽബ് തിരിയാൻ. ഞാൻ ദാ ഒരുപാട് ഉസ്താദുമാര്, പ്രഗത്ഭരായ ഉസ്താദുമാരുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹുവേ ദറജയേറ്റി കൊടുക്കണം റഹ്മാനേ, അവിടുത്തെ ഇൽമു കൊണ്ട് ഞങ്ങൾക്ക് ഫലം നൽകണം റഹ്മാനേ, സ്വർഗ്ഗത്തിൽ ഒരുമിച്ചാക്കണം അല്ലാഹ്. പ്രഗത്ഭനായ പണ്ഡിതനാണ് സഹോദരങ്ങളെ. അവിടുന്ന് പുതുക്കിയ, അവിടുന്ന് ഉണ്ടാക്കിയ ഖുതുബയുണ്ട്. ആ ഖുതുബയിൽ ഒരു ഇബാറത്ത്, ശഅബാൻ 4-ാമത്തെ വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന അതിലൊരു ഇബാറത്തുണ്ട്. മഹാനവറുകളുടെ ഖുതുബയിൽ ഇദാ ശഫത് തബീബു ദാഇനിക ഫയകൂനു ലക മിനൽ മഹ്ബൂബീൻ. ഓതുന്ന ഉസ്താദുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സാധുവായ ഞാനത് ഈ വർഷവും ഓതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആ ഇബാറത്ത് കണ്ടത്. എന്തൊരത്ഭുതമുള്ള പദമാണ്. ഓ സഹോദരാ, നിന്റെ കണ്ണിന്റെ രോഗം ഒരു ഡോക്ടർ സുഖപ്പെടുത്തിയാൽ ആ ഡോക്ടറോട് നിനക്ക് എത്ര വലിയ താല്പര്യമാ, ആ ഡോക്ടറോട് നിനക്ക് എത്ര വലിയ ഇഷ്ടമാ. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി, ഒരു ഡോക്ടറാണ് വെള്ളം തന്നിട്ടല്ലാതെ മരുന്ന് തന്നിട്ട് സുഖപ്പെടുത്തിയത്. നിന്റെ കിഡ്നിക്ക് രോഗമായി പോയി, അല്ലാഹു സലാമത്ത് നൽകട്ടെ, അതൊരു ഡോക്ടർ ചികിത്സിക്കുകയാ. ആ ഡോക്ടറോട് നിനക്കെന്ത് താല്പര്യമാ. സഹോദരങ്ങളെ, ചെറിയൊരു നെഞ്ഞുവേദന ഡോക്ടർക്ക് കാണിക്കുമ്പോൾ അയാൾ പറയുന്നത് അതാ അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്തെത്തിക്കണം, ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്തേക്ക് പോകാ. ആംബുലൻസിൽ എന്തൊരോട്ടമാ. റോഡിലുള്ള വാഹനങ്ങൾ മുഴുവനും ഈ ആംബുലൻസിന്റെ സൈറൻ കേട്ട് ഒരു ഡേഞ്ചർ സിഗ്നലും വല്ലാത്ത ശബ്ദവും കേട്ട് മാറിക്കൊടുക്കുകയാണ്. പൊന്നുമോനെ, ഈ ആംബുലൻസിൽ നിന്ന് വരുന്നത് ഹോണടിക്കുന്ന ശബ്ദമല്ല, മറിച്ച് ഉള്ളിൽ കിടക്കുന്നവന്റെ നിലവിളിയാ. അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്തെത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലാ, ഞാനിപ്പോൾ തീർന്നു പോകുമെന്ന നിലക്ക് ഹൃദയത്തിന്റെ ഇടിപ്പിന് താളമില്ല. കൈകളതാ വിറച്ചു പോവുകയാ. ആ കിടക്കുന്ന കിടത്തമുണ്ടല്ലോ, അല്ലാ, നമുക്ക് അല്ലാഹു ആ വിധി വരുത്താതിരിക്കട്ടെ. അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്തെത്തിച്ചിട്ടില്ലെങ്കിൽ ഡേഞ്ചറാണ്. നമ്മളെ മുമ്പൊന്നൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ ആംബുലൻസിൽ കിടന്ന സമാധാനം കിട്ടുമോ സഹോദരാ? എത്ര സ്പീഡിലാണ് ആംബുലൻസ് പറക്കുന്നത്, പക്ഷേ കിടക്കുന്നവൻ പറയുന്നു സ്പീഡ് പോരാ. കൂട്ടുകാര് ഡ്രൈവർ ഇങ്ങനെ തോണ്ടുകയാണ്, തട്ടുകയാണ്. ഒന്ന് സ്പീഡിലെടുക്ക് ഡ്രൈവറേ. സുബ്ഹാനല്ലാഹ്. ഡോക്ടർ അടുക്കലേക്ക് എത്തി. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക്, അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ബൈപ്പാസിന് വിധിക്കാൻ ചിന്തിക്കാൻ സമയമില്ല. ഒപ്പിട്ട് കൊടുക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാണ് കേട്ടോ, ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. ടെസ്റ്റിന് സമയമില്ല, കാത്തു നിൽക്കാൻ സമയമില്ല, സമ്മതം ചോദിക്കാൻ സമയമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ലക്ഷങ്ങളാണ് ബില്ല് വരുന്നത്. ബില്ല് കണ്ടിട്ട് കൂടെയുള്ളവന് നെഞ്ഞുവേദന പിടിക്കുകയാ. അത്രയും ഭീമമായ സംഖ്യയാണ് അതാ ബില്ല് വരുന്നത്. ഓ സഹോദരാ, ഡോക്ടർ പറയുന്നത് ആരോടും സംസാരിക്കാൻ പാടില്ലെന്നാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ആ രോഗിയായ മനുഷ്യനെ നിങ്ങളൊന്ന് ആശുപത്രിയിൽ നിങ്ങളൊന്ന് ചെന്നു നോക്കൂ. അയാൾ ഇതുവരെ പറയാത്ത നിലക്കാണ് പറയുന്നത് എന്താ? ഡോക്ടറുടെ ബഹുമാനമാ. ആ ഡോക്ടറുടെ ബഹുമാനം ഇങ്ങനെ അയാൾ പറയാണ്. ഈ ഡോക്ടർ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. ഈ ഡോക്ടർ ലിവർ എടുത്തിട്ട് ഹാർട്ടിന് ഫിറ്റാക്കുന്ന ആളാ, പന്നിന്റെ ലിവർ എടുത്തിട്ട് പോത്തിന് ഫിറ്റാക്കുന്ന ആളാ. എന്തൊരു ബഹുമാനമാ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചു പോയോ കൂട്ടുകാരാ? ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചോ മോനെ, അല്ലാഹുവിലേക്ക് മനസ്സൊന്ന് തിരിച്ചോ. ഹാർട്ട് രോഗിയായ മനുഷ്യൻ നിന്റെ അടുക്കൽ നിന്ന് ഡോക്ടറുടെ ബഹുമാനം പറയുമ്പോ, ഡോക്ടറുടെ വലിയ അത്ഭുതം പറയുമ്പോ
എന്റെ ഖൽബൊന്ന് എന്റെ റബ്ബിലേക്ക് തിരിയേണ്ടതില്ലേ? അവന്റെ റഹ്മത്ത് കൊണ്ട് എന്റെ ഹാർട്ടിന് അപ്പോഴും ഒരു തകരാറില്ല. ഞാനൊരു ടോക്കൺ എടുക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ആംബുലൻസിൽ കയറേണ്ടി വന്നിട്ടില്ല, ഒരു ഗുളിക ഞാൻ ആ വകയിൽ കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ മുമ്പിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ കഥ കേൾക്കുമ്പോ ഒരു രൂപ ചെലവില്ലാതെ എന്റെ രക്തം ക്ലീനാക്കാൻ എന്റെ ഹാർട്ട് സജീവമായി പ്രവർത്തിപ്പിക്കുന്ന അല്ലാഹു ആ റബ്ബിലേക്കൊന്നും മനസ്സ് തിരിക്കണ്ടേ ചെറുപ്പക്കാരാ? അവനറിയാതെ ഒരു അൽഹംദുലില്ലാഹ് ആരും കേൾക്കാതെ ഒരു ശുക്ർ അല്ലാഹുവിന് പറയേണ്ടതില്ലേ? ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമുക്ക് നിഅമത്തുകൾ മുഴുവനും തന്നു. കണ്ണിന്റെ രോഗം മാറ്റിയ ഡോക്ടറോട് നിനക്ക് താല്പര്യം, കാഴ്ച ശരിയായ നിലക്ക് നിലനിർത്തി തന്ന അല്ലാഹ് ആ റബ്ബിനോട് നിനക്ക് കടപ്പാടില്ലയോ? മോനെ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, ബയാറ് സ്വലാത്തിനെത്തിയ 10,000 ആളുകളുണ്ട്. ഓ സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിന്റെ ദുആ പ്രതീക്ഷിച്ചെത്തി അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. തിരിച്ചു പോകുമ്പോൾ കൽബിലും കൊണ്ടങ്ങ് പോയിക്കോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് എല്ലാ സന്തോഷങ്ങളിലും അതാ ഉൾപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഖൈറായ ഉമ്മത്തിൽ അല്ലാഹു നമുക്ക് അവസരം നൽകി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്താണ് നിങ്ങളുടേതെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ അല്ലാഹു അവസരം തന്നിട്ട് മോനെ, അല്ലാഹുവിന്റെ നിഅമത്ത് അറിയാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളു കുടിച്ചു പോയോ? എപ്പോഴെങ്കിലും ഹറാം കഴിച്ചു പോയോ? അതിനാ ഞാൻ പറഞ്ഞത്, നീ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത്, നീ കള്ളു കുടിക്കുന്ന സമയത്ത്, ഹറാം കഴിക്കുന്ന സമയത്ത് ആലോചിക്കാനാ പറഞ്ഞത്. ഒരു തുള്ളി വെള്ളം പോകാത്തവൻ ലോകത്തുണ്ട്. നിനക്ക് നിന്റെ തൊണ്ടയിലൂടെ വെള്ളമരിച്ചിറക്കാൻ കഴിയുന്നുവല്ലേ? നിന്റെ തൊണ്ടയിലൂടെ ഒരു തടസ്സവുമില്ലാതെ വെള്ളമിറങ്ങുന്നുവല്ലേ? ബിസ്മി ചൊല്ലിക്കോ മോനെ, ബിസ്മി ചൊല്ലിയിട്ടല്ലാതെ കുടിക്കണ്ട. ബിസ്മി ചൊല്ലി കുടിക്കാൻ പറ്റുന്നതല്ലാത്തത് കുടിക്കണ്ട. ബിസ്മി ചൊല്ലിയിട്ട് മാത്രം കുടിക്കണം, ബിസ്മി ചൊല്ലി കുടിക്കാൻ പറ്റുന്നത് മാത്രം കുടിക്കണം. അപ്പൊ കള്ള് കയ്യിൽ വരില്ല, തമ്മാടിത്തങ്ങൾ ജീവിതത്തിൽ വരില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരാള് മദ്യപാനിയായിട്ട് അറിയപ്പെടുന്ന ഒരാൾ കള്ളു കുടിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞ ആൾ കള്ളു കുടിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഒരു അധർമ്മം കണ്ടാൽ ഉടനെ തന്നെ നടപടി സ്വീകരിക്കുന്ന ആളാണ്, പെട്ടെന്ന് തന്നെ ശരിയാക്കി കളയുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രകൃതിയാണല്ലോ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണം രാജാവേ. ആ ചെറുപ്പക്കാരനൊരു കത്തെഴുതുകയാണ്. ആ ചെറുപ്പക്കാരനെ ശിക്ഷിക്കാൻ ഓർഡറിട്ടില്ല, കത്തെഴുതുകയാണ്. ആ കത്തിലതാ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ കാരുണ്യം പറയുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഉപദേശിച്ച് കൊറത് ഇങ്ങനെ എഴുതിയിട്ട് ഈ ചെറുപ്പക്കാരനോട് അവസാനം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണം പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് എഴുതി കൊടുക്കുകയാണ്. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബിത് തൗൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് കൊടുക്കുകയാണ്. കത്തിന്റെ ചുവടെ ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബിത് തൗൽ. അല്ലാഹു ദോഷം പൊറുക്കുന്നവനാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാ. അതേ സമയത്ത് തൗബ ചെയ്യാൻ സാഹചര്യമുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാഹചര്യമുണ്ട്, നന്നാകാനുള്ള വഴികൾ മുഴുവനുമുണ്ട്. പക്ഷെ എന്നാലും അല്ലാഹുവിലേക്ക്
മനസ്സുതിരിക്കുന്നില്ല. മുസിറു ദുനൂബായി തെറ്റിൽ തന്നെ അധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ശദീദുൽ ഇഖാബി ദിത്തൗൽ, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാ, അതിനധികാരമുള്ളവനാ. അല്ലാഹ് ദോഷം പൊറുക്കും, അല്ലാഹ് തൗബ സ്വീകരിക്കും. എന്നിട്ടും തൗബ ചെയ്യാതെ പിന്നെയും തെറ്റ് ചെയ്താൽ, തെറ്റ് തന്നെ ഉറച്ചു നിന്നാ അല്ലാഹ് ശക്തമായി ശിക്ഷിക്കുന്നവനാ, അതിന് കഴിവുള്ളവനാ. ഈ ആയത്തങ്ങ് എഴുതി ഈ ചെറുപ്പക്കാരനായ കള്ളുകുടിയന്റെ വീട്ടിലേക്ക് ഈ കത്ത് രഹസ്യമായി എത്തിച്ചു. ഈ കള്ളുകുടിയൻ ഈ കത്തെടുത്ത് ഇങ്ങനെ വായിച്ചു. അല്ലാഹ് റബ്ബിന്റെ കാരുണ്യം വായിച്ചു, അല്ലാഹുവിന്റെ ശിക്ഷയും വായിച്ചു. അവസാനം മസ്തൊരൽപ്പം ഇറങ്ങിയപ്പോ ഇയാൾ ഇങ്ങനെ എടുത്ത് ആവർത്തിച്ച് വായിച്ചു നോക്കുമ്പോ അതിന്റെ അടിയിലായത്ത് കൊണ്ട് കൽബിലെവിടെയോ ഉടക്കിയതുപോലെ, കൽബിലെവിടെയോ ഈ ആയത്ത് കുടുങ്ങിയതുപോലെ ഒന്നുകൂടി വായിച്ചു. അല്ലാഹ് ദോഷം പൊറുക്കും, അല്ലാഹ് തൗബ സ്വീകരിക്കും, ശക്തമായി സൂക്ഷിക്കും, അതിന് കഴിവുള്ളവനാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ആയത്ത് ഇങ്ങനെ വായിച്ചു. കൽബൊന്ന് പൊട്ടിപ്പോയി, മനസ്സൊന്ന് മുറിപ്പെട്ടു പോയി, അറിയാതെ കണ്ണങ്ങ് നനഞ്ഞു പോയി. ആയത്തിങ്ങനെ ആവർത്തിച്ച് കള്ളുകുടിയൻ കരയാൻ തുടങ്ങി. കടലാസ് മുഴുവനും നനഞ്ഞു കുതിർന്നുപോയി. കുതിർന്നുപോയ കണ്ണുനീർ കൊണ്ട് നനഞ്ഞുപോയ പേപ്പറും ചുരുട്ടിപ്പിടിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറയുന്നു, നിർത്തി അമീറുൽ മുഅ്മിനീൻ, ഇനി മദ്യപാനമില്ല. ഓ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് മനസ്സുതിരിക്കണം. മുദ്മിനുൽ ഖംർ, കള്ളു കുടിക്കുന്നവന് ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം കിട്ടൂല. നബി മുഹമ്മദ് മുസ്തഫ ആളുകൾ അല്ലാഹുവിന്റെ ദീൻ അവർ പഠിക്കണം, അല്ലാഹുവിന്റെ റഹ്മത്ത് അറിയണം. തെറ്റ് ചെയ്യുന്നവർ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചിട്ട് വേണം സദസ്സിലിരിക്കാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. നാലാളുകൾക്കാണ് ലൈലത്തുൽ ഖദറിന്റെ പവർ കിട്ടാത്തത്, സന്തോഷം കിട്ടാത്തത്, ബറക്കത്ത് ലഭിക്കാത്തത്. ഒരാള് മദ്യപാനിയാ, രണ്ടാമത്തെ ആള് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവനും ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തിന് വരുന്നുണ്ട്, സാലിഹീങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. പക്ഷെ ഉമ്മയോട് മിണ്ടുന്നില്ല, ബാപ്പയോട് മിണ്ടാട്ടമില്ല. മോനെ, നിന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. തങ്ങളെടുത്ത് വന്നിട്ട് എനിക്ക് പല അനുഭവങ്ങളും പലതും പറയാറുണ്ട്. ഇപ്പൊ തന്നെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഈ സദസ്സിലുണ്ട്, മുഹമ്മദ് നിസാർ. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് 10-11 കൊല്ലമായി. എൻ്റെ കൂടെ അവിടുത്തെ ഫാമിലിയൊക്കെ ഉംറക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു ഉംറ സ്വീകരിക്കട്ടെ. അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബായാർത്ഥങ്ങൾ പാപ്പി ഒന്ന് പോയിട്ട് നാട്ടിലെത്തിയാൽ കാണണം. അങ്ങനെ അവർ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ തങ്ങളുടെ അടുക്കൽ വന്നു. ഇവിടെ വന്ന് തങ്ങൾ സ്വലാത്തിനിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് പറയുന്നത് കറാമത്ത് പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാനല്ല, മറിച്ച് ഇരിക്കുന്ന ആളുകൾക്കൊരു തുമൈനിനത്തിന് വേണ്ടി പറയുകയാണ്. അദ്ദേഹം വന്ന് തങ്ങളുപ്പാപ്പ പറഞ്ഞു വെള്ളം മന്ത്രിച്ചു കൊടുത്തു. 1-2 മാസം, ഇതാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. അൽഹംദുലില്ലാഹ്, ചികിത്സകൾ മുഴുവനും മതിയാക്കി ചികിത്സയോട് ആശ മുറിഞ്ഞിട്ട് നിന്നതാണ്. ഒരു മരുന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് അദ്ദേഹം തിരിച്ചുപോയി.
കഴിഞ്ഞ 3-4 മാസം മുമ്പ് അദ്ദേഹം സൗദിയിൽ നിന്ന് ബുറൈദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ഖദീജ എന്ന് തങ്ങളുപ്പാപ്പ തന്നെ പേര് നിർദ്ദേശിച്ചു. അൽഹംദുലില്ലാഹ്, ഉമ്മാക്കും ബാപ്പാക്കും മകൾക്കും അല്ലാഹു ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ പറയുന്നത്, എന്ന ചില ആളുകൾ, ചിലക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് ചിലപ്പോ തങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടൊന്നും നടന്നിട്ടല്ലോ. അപ്പൊ അവര് വിചാരിക്കും, ഞാനിപ്പോ പോയിട്ട് കുറേയാലും മോനെ, ഇതാ ഞാൻ പറഞ്ഞ ലൈലത്തുൽ ഖദറിന് നീ ഉറക്കമൊഴിഞ്ഞിട്ട് കാര്യമില്ല, നീ 4 ആളുകളിൽ പെടാതിരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ബായാർ തങ്ങൾ പാപ്പനല്ല, എത്ര വലിയ കുതുവിന്റെ അടുക്കൽ പോയാലും ചിലപ്പോ നിനക്ക് ഇജാബത്ത് കിട്ടൂല, ചിലപ്പോ നിനക്ക് നന്നാകാൻ വഴി കിട്ടൂല. കാരണം നീ മുടക്ക് വെച്ചിട്ടാണ്. ആ തങ്ങൾ ഉപ്പാപ്പയുടെ തന്നെ ഉപ്പാപ്പയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറം മക്കൾ ചെയ്യോ? അതൊരിക്കലുമില്ല. അത് കിട്ടണമെങ്കിൽ ആ റൂട്ട് ക്ലിയർ ആകണം. ഞാൻ പറഞ്ഞത് അതേ, നമ്മുടെ സദസ്സിൽ തന്നെ ചിലപ്പം വന്നിട്ട് ചില ആളുകൾക്ക് തോന്നും എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അല്ലാഹുർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനൊന്ന് എന്റെ ഖൽബിനോട് തന്നെ പറയുകയാ, നമ്മുടെ ഖൽബൊന്ന് ശരിക്കൊന്ന് ടെസ്റ്റ് ചെയ്തോ, ശരിക്കൊന്ന് നന്നായിട്ട് ടെസ്റ്റ് നടത്തിക്കോ. നടന്നു വന്ന വഴികളൊന്ന് ആലോചിച്ചോ, കടന്നു വന്ന എല്ലാ വഴികളും ഒന്ന് പരിശോധിച്ചോ. എവിടെയോ മുള്ള് കിടപ്പുണ്ട്, എവിടെയോ അഴുക്ക് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല വെള്ളം തരികയാണ് ഒരാള്, നല്ല തണുപ്പുള്ള വെള്ളം തരികയാണ്, ജ്യൂസ് തരികയാണ്. നമുക്കാണെങ്കിൽ ദാഹിച്ചിട്ട് നമ്മൾ കൊടുമ്പിരി കൊള്ളാണ്, ദാഹം സഹിക്കുന്നില്ല. ഈ വെള്ളം കുടിക്കാൻ ആർത്തിയോടെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തപ്പോഴാണ് ഈ ഗ്ലാസിന്റെ അടിയിലോ സൈഡിലോ എന്തോ ഒരു അഴുക്ക് കഴുകാതെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ദാഹിച്ചിട്ടാണ് ഈ വെള്ളം വാങ്ങിയത്. പക്ഷെ കുടിക്കാൻ നോക്കുമ്പോ ഈ ഗ്ലാസിന്റെ സൈഡിലോ അടിയിലോ ഇന്നലെയോ 2 ദിവസം മുമ്പോ കുടിച്ചതിന്റെ അവശിഷ്ടമോ മറ്റോ കഴുകാതെ കിടപ്പുണ്ട്. ഞാൻ ഈ സദസ്സിലുള്ള ആയിരങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കത് ശരിക്ക് കുടിക്കാൻ പറ്റുമോ? നിങ്ങളെ ദാഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായിട്ട് നല്ല മനസ്സോടെ അത് ഇറങ്ങൂല. മട്ടൻ ബിരിയാണി വിളമ്പിയതാ, നല്ല ഉഷാറുള്ളതാണ്. നമുക്കാണെങ്കിൽ വിശന്നിട്ട് പറ്റുന്നില്ല. ഞാൻ ഉള്ളതിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞതാ. നല്ല ഇഷ്ടമുള്ള ഭക്ഷണം അത് വിളമ്പിയിട്ട് നമ്മുടെ മുമ്പിലെത്തി എല്ലാവരും കഴിക്കണം. അപ്പുറമുള്ളവനും ഇപ്പുറമുള്ളവനും ഒക്കെ കഴിക്കുക. പക്ഷെ എന്റെ മുമ്പിലുള്ള പ്ലേറ്റ്, നിന്റെ മുമ്പിലുള്ള പ്ലേറ്റിന് ഇന്നലെ കഴിയതോ അല്ലെങ്കിൽ ഇന്നലെ കഴിച്ചതോ വല്ല അവശിഷ്ടങ്ങളും ആ പ്ലേറ്റിലുണ്ട്. വൃത്തി പോരാ. നിന്റെ മനസ്സില് ഈ കറുത്ത പാട് കണ്ടാൽ, ഈ പ്ലേറ്റിലുള്ള മോശമായ ഈ വസ്തു കണ്ടാ, നിന്റെ വിശപ്പ് എങ്ങോട്ടോ മാറിപ്പോകുന്നത് പോലെ നിനക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. ആള് ചോദിക്കും, നീ എന്തേ ഭക്ഷണം കഴിക്കാത്തത്? വിശപ്പ് എങ്ങോട്ടോ പോയതുപോലെ എന്നാ പറയുന്നത്. വിശപ്പ് എവിടെയും പോയിട്ടില്ല. പ്ലേറ്റിന്റെ ഉള്ളിൽ അഴുക്ക് കണ്ടതാണോ പ്രശ്നമായത്? എന്നെ കേൾക്കുന്ന കൂട്ടുകാരാ, നമ്മുടെ കൽബിൽ അതാ ദോഷങ്ങൾ അഴുക്ക് ബാക്കി കിടപ്പുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ ഇബാദത്തിന് മാധുര്യമില്ല, ഇബാദത്തിന് സന്തോഷമില്ല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. നിനക്കായവർ ക്ലേശങ്ങൾ എന്തു സഹിച്ചതാ, അതുമാത്രമല്ലവരെന്ത് ദുഃഖം തിന്നതാ. നീ രോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ള രോദരമാൽ അവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ വാപ്പ മരണപ്പെട്ടു പോയത് നോമ്പ് 4-നാണ്.
ഞാനൊരു മൊയിലാലാകണമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് ദ്വാരം എൻ്റെ ബാപ്പ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ആ നോമ്പിന് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ ബാപ്പൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഈ സദസ്സിന്റെ പ്രകാശം എൻ്റെ ബാപ്പൻ്റെ ഖബറിലേക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ രാത്രിയുടെ ബറക്കത്ത് പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ പ്രകാശിക്കാൻ അള്ളാഹു സബബാക്കട്ടെ. ഞാൻ പറയുന്നത് ആ ബാപ്പ അവര്, അതുപോലെ നമ്മുടെ ഉമ്മ, അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടത്, അതോർത്തിട്ട് നാം അവർക്ക് ഖുതുബത്ത് ചെയ്യണം. ബാപ്പ മകനോട് ദേഷ്യം പിടിച്ചാൽ, ഉമ്മ മകനോട് ചൂടായാൽ തിരിച്ചു ചൂടാകാൻ നമുക്ക് പാടില്ല. നമുക്കതിന് അനുവാദമില്ല. അവരിങ്ങോട്ട് ചൂടായാലും ദേഷ്യം പിടിച്ചാലും നമ്മൾ അവരുടെ മക്കളാണ്. ആ ഉമ്മ 10 മാസം 10ഓളം മാസം നമ്മളെ ഗർഭം ചുമന്നതിന് പകരം കൊടുക്കാൻ ഓ സഹോദരങ്ങളെ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മളൊന്ന് ചെരിഞ്ഞു കിടന്നതിന്, നമ്മളൊന്ന് മലർന്നു കിടന്നതിന്, നമ്മുടെ ഒരു നോട്ടത്തിന് ഉമ്മ നമുക്ക് ഉമ്മ തന്നിട്ടുണ്ട്. എത്രയാണ് ഉമ്മ നമുക്ക് ചുംബനം തന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വായിലെ പല്ല് നമ്മളാരെങ്കിലും എണ്ണിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. എന്നാ നമ്മുടെ വായിലെ പല്ല് എണ്ണിയ ഒരു വിഭാഗം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ ഉമ്മയും ബാപ്പയുമാണ്. ബഹുമാനപ്പെട്ട അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതനീരായ തങ്ങൾ ഉസ്താദും ശറഫുൽ ഉലമ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ മുഴുവനും നമ്മുടെ സദസ്സിലേക്ക് എത്തുകയാണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് റഹ്മാനേ, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാവരുടെയും തണൽ നീ ഞങ്ങൾക്ക് നീട്ടിത്തരണം റഹ്മാനേ. ബഹുമാനപ്പെട്ട മുനീറുൽ അഹ്ദൽ തങ്ങൾ അടക്കമുള്ള സാദാത്യങ്ങൾ എല്ലാവർക്കും അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണേ. അല്ലാഹ് അൽഹംദുലില്ലാഹ് മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. അല്ലാഹുവേ ഈ നേതൃത്വത്തിന് മുഴുവനും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ജുമുഅക്ക് മുമ്പുള്ള പ്രഭാഷണമാണെന്നതുപോലെ എപ്പോഴാണോ വാളെടുക്കുന്നത് അപ്പോൾ അതിന്റെ ടൈം ആകുമ്പോൾ ഈ പ്രസംഗം നിർത്തണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രഭാഷകന്മാരായത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ ഉപ്പാപ്പ വന്ന്, ഞാൻ മൂന്നാക്കൽ 21-ാം രാവ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ സ്വലാത്തിന് സാധുവായി എന്നെ വിളിച്ചിട്ട് ഞാൻ വളരെ എളിമത്തോടു കൂടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നത് മഴ കൊണ്ട് റമദാനു ശരീഫിന്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കും ഇതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകളായിരുന്നു എനിക്ക് തോന്നുന്നത് മൂന്നാക്കൽ സ്വലാത്തിന് കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ നാവിന് അല്ലാഹു കൊടുത്ത അസർ, അവിടത്തേക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നത് ഈ സമൂഹം കാണുന്നത് കൊണ്ട് ആയിരങ്ങൾ 10,000 ഒഴുകെത്താണ്. ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ എന്നോട് കുറെ സുഹൃത്തുക്കൾ മലപ്പുറം ജില്ലക്കാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നാക്കൽ നിന്ന് കണ്ടു എന്ന് സന്തോഷം പറഞ്ഞു. അല്ലാഹു നമ്മളെല്ലാവരുടെയും നമ്മുടെ കൂടൽ ഒരിക്കലും ഇവിടെ വെച്ച് പിരിക്കാതെ റബ്ബിന്റെ ലിഖായിലെത്തിക്കുന്ന ബന്ധമാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. മഹാനായ സയ്യിദ് തങ്ങൾ പാപ്പയുടെയും അതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും തഹത്തിലായി നമ്മുടെ കൂട്ടായ്മയെ, സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ ശക്തിയെ അല്ലാഹുവേ നിന്റെ അർശിന്റെ തണല് കിട്ടുന്ന കൂട്ടായ്മയായി നീ നിലനിർത്തി തരണം റഹ്മാനേ, നീ നിലനിർത്തി തരണം റഹ്മാനേ. സഹോദരങ്ങളെ, അപ്പൊ ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം കിട്ടുന്നവർ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മാതാപിതാക്കളെ പ്രയാസപ്പെടുന്നവർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷമില്ല. പിന്നെയോ ഖാതി റഹീം കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് അതേ ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷമില്ല. മുശാഹിന് ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷം കിട്ടൂല, ബറക്കത്ത് കിട്ടൂല. ആരാമോനെ മുശാഹിൻ എന്ന് പറയുന്നത് 3 ദിവസത്തിലേറെ തന്റെ മുഅ്മിനായ കൂട്ടുകാരനോട് മിണ്ടാതിരിക്കുന്നവനാ. ഞാനത് വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരട്ടെ. അല്ലാഹു റഹ്മത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ പലരും എന്നോട് ഒരാൾ പറഞ്ഞു, മകൻ 9ാം ക്ലാസ് പഠിക്കുന്ന മകൻ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ഞാൻ തങ്ങൾ പാപ്പയോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ,
അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വളർത്തി തരട്ടെ. സാധുവായി ഞാനും നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ ചെറിയ സംരംഭത്തിന്റെ തുടക്കത്തിലാണ്. നിങ്ങളെല്ലാവരും ഖൽബ് പൊട്ടി നിങ്ങളുടെ ദുആയിൽ തങ്ങൾ പാപ്പ ദുആരക്കുമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വെച്ച് ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. സംസാരം നിർത്തുന്നു. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അഹ്ലുബൈത്തിന്റെ ആദരവ് അല്ലാഹുവേ, അവിടുത്തെ ഖിദ്മത്തിലായി സയ്യിദന്മാരുടെ തണലിലായി നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ മഹാന്മാരായ സാദാത്തുക്കൾ മുഖേന തന്നെ മഹാന്മാര് പോയതുപോലെ നിന്റെ ഹബീബായ തങ്ങളെ ചാരത്തും ജിബാറിലും അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും ഈ സാദാത്തീങ്ങൾ മുഖേന തന്നെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു സമയത്തും ആ മഹാന്മാരായ സാദാത്തീങ്ങളോട് ഞങ്ങളെ ഖൽബിൽ ഒരു വിദ്വേഷമോ ഒരു പകയോ ഒരിക്കലും ഇബ്ലീസിന്റെ പ്രേരണയാൽ ഇട്ട് തരല്ല അല്ലാഹ്. സഹോദരങ്ങളെ, മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞു. അപ്പോൾ തന്നെ റഊഫ് ഉസ്താദ് അവിടുത്തെ സഖാഫി മർക്കസ് കോംപ്ലക്സിലെ ഇമാം, പിറ്റേ ദിവസം അവിടുത്തെ ഇന്നലെ മർക്കസ് കോംപ്ലക്സിൽ തങ്ങൾ പാപ്പയുടെ ദുആ മജ്ലിസ് സമ്മേളനത്തിന്റെ ജനങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. രാവിലെ 5:15 പരിപാടികളെ കഴിഞ്ഞ് തങ്ങൾ പാപ്പ ഇവിടെ എത്തിയത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്വലാത്തിന് വന്നിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഒരു 100 രൂപ ഒരാൾ തങ്ങൾക്കായി ഹദിയ കൊടുക്കുകയാണെങ്കിൽ, ഈ സദസ്സെന്ന് ഹദിയ കൊടുത്താൽ തങ്ങള് കാസർഗോഡ് ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ്. ഒരു 100 രൂപ തങ്ങൾക്ക് ഈ വന്ന ആളുകൾ മുഴുവനും കൊടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, തങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അതേ സമയത്ത് അതൊന്നും ലാക്കാക്കാതെ, അതൊന്നും ആലോചിക്കാതെ, അതിനൊന്നും മുഖം കൊടുക്കാതെ, ചെവി കൊടുക്കാതെ, അതിനൊന്നും ഒരു ബഹുമാനവും നൽകാതെ വന്ന ആളുകളോട് അള്ളാഹുവിന്റെ ദീന് പറയാൻ കാണിക്കുന്ന ഹിമ്മത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഈ സദസ്സിനുണ്ടാകുമെന്നതിൽ സംശയമില്ല. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ത്വാഹിറുൽ ലഹ്ദൽ തങ്ങളുടെ മുഹിമ്മാത്ത് ജാമിഅ സഅദിയ മറ്റന്നാൾ അതിന്റെ സമ്മേളനമാണ്. അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്ഹർ അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ മുജമ്മ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അല്ലാഹു വളർത്തി തരട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.